നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2024 പോയി 2025 അല്ലേ, പുതുവർഷമായി. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും പുതുവർഷം, അതായത് ജനുവരി 1 തീരും. അതുകൊണ്ട് അത് ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസ. പുതിയ വർഷം തുടങ്ങിയിട്ട് ആദ്യത്തെ യാത്ര കണ്ണൂരിലെ ഒരു സ്ഥലത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കണ്ണൂരിൻ്റെ കൊടക് എന്നും കണ്ണൂരിൻ്റെ മൂന്നാർ എന്നൊക്കെ അറിയപ്പെടുന്ന പൈതൽ മലയിലേക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് 2025 പൊളിച്ചെടുക്കണം കേട്ടോ. കുറേ സ്ഥലങ്ങളൊക്കെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. പരമാവധി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് 2025 പോയിട്ട് പൊളിച്ചെടുക്കാം. ഓക്കെ, ഇത് തേർത്തല്ല് ടൗൺ ആണേ. ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് ആലക്കോട് ഭാഗത്തേക്ക് പോകേണ്ടത്. രയരോം എന്ന് പറഞ്ഞിട്ടുള്ള ടൗണാണ് ഇത്. ഇതും ചെറിയൊരു ടൗൺ ഏരിയ ആണ് രയരോം. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. ഇനി ആ പാലം കടന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതേ നമ്മളെ പാലത്തിലേക്ക് കയറുവാണ്. വലിയ വെള്ളമൊന്നുമില്ല കേട്ടോ, വെള്ളമൊക്കെ കുറവാണ്. നെല്ലിപ്പാറൊക്കെ കഴിഞ്ഞ് കുറേ മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മുന്നിലായിട്ട് ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് അരങ്ങം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, അരങ്ങം ശിവക്ഷേത്രം. കുറച്ച് പേര് കേട്ട ഒരു അമ്പലമാണ് അത്. അങ്ങോട്ടേക്ക് പോകുന്ന കവാട ഇവിടെ ഉള്ളത് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇതങ്ങാ കാണുന്നത് അമ്പലം. അരങ്ങം അമ്പലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ ഇതുപോലൊരു ജംഗ്ഷൻ വരും. ഇവിടുന്ന് റൈറ്റാണ് നമുക്കിനി പോകേണ്ടത്. ആലക്കോട് ടൗണിലേക്ക് എത്തി. ഇവിടുന്ന് ഇനി കാപ്പിമല റോഡിൽ കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കയറിയിട്ട് അത് പോകണ്ടേ. ചെറിയൊരു പോക്കറ്റ് റോഡ് പോലത്തെ റോഡായിട്ട്. ഇത് അധികം വീതിയില്ല ഈ റോഡ്. നമ്മൾ കുറച്ച് മുന്നോട്ടൊക്കെ എത്തി. ഇനിയും കുറച്ചുകൂടി പോകാനുണ്ട് നമുക്ക്. അപ്പുറത്തെ സൈഡൊക്കെ മലനിരകൾ ഇങ്ങനെ കാണാം കേട്ടോ. ഫ്രണ്ടിൽ വ്യൂ നോക്കിയാൽ നിങ്ങൾ. ഇത് നോക്കിക്ക നിങ്ങൾ, എന്ത് സ്ഥലല്ലേ എൻ്റെ പൊന്നെ, അടിപൊളി. പൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമില്ലേ കാണാൻ. ഇവിടെ ഒരു സെൻറ്റ് ജോസഫിൻ്റെ ഒരു ചർച്ച് ഉണ്ട്. നമ്മളിങ്ങനെ കുറേ മുകളിലേക്ക് കയറി വരികയാണ്. മൊത്തം കയറ്റാണ്. വണ്ടിയുടെ എക്സോസ്റ്റ് ഫാൻ ഓണായി. അടിപൊളി. നമുക്കിനി ഒരു 4 കിലോമീറ്റർ കൂടി മുകളിലേക്ക് പോകാനുണ്ട്. നല്ല കയറ്റാണ്. നമുക്കെന്തായാലും പോവാം. ഒരു അടിപൊളി പള്ളിയല്ലേ, നല്ല കളർഫുൾ പള്ളി. സൂപ്പർ. എൻ്റെ മോനെ പൊളിച്ച്. എന്താണ് ഈ കാണുന്നത്? അയ്യവാ, പൊളിച്ച് പൊളിച്ച് നോക്കിയ. ഒരു 3D സിനിമ, ഒരു 3D സിനിമയൊക്കെ കാണുന്ന ഫീലാട്ടോ. ആ മല ഇങ്ങനെ അടുത്തേക്കും ദൂരേക്കൊക്കെ വരുന്ന പോലെ തോന്നുന്നുണ്ട് കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്ത്. ആ ക്യാമറയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല. അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മളിപ്പോൾ വന്നത് ആ വഴിയാണ്. ആ വഴി കയറി വന്ന് ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇവിടെ നിന്നിട്ട് ലെഫ്റ്റ് റോഡ് പോയത് നിങ്ങൾക്ക് ആ ഒരു വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്.
നമുക്ക് പൈതൽ മലയിലേക്ക് പോകേണ്ടത് ഇവിടുന്ന് റൈറ്റിലേക്കുള്ള റോഡിലൂടെയാണ്. ഈ ജംഗ്ഷനിൽ റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇങ്ങ് മുകളിലെത്തുമ്പോൾ ഒരു 2-3 കിലോമീറ്റർ നല്ല ഓഫ് റോഡാണ് കേട്ടോ. ടാറിങ് ഇങ്ങനെ പൊളിഞ്ഞു പോയിട്ട് മൊത്തം മെറ്റൽ ഇങ്ങനെ വീണ് കിടക്കുക റോഡിൽ. താഴെ ഒരു ജംഗ്ഷൻ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, നമ്മൾ ആ ഒരു സെൻറ്റ് ജോസഫ് പള്ളി കണ്ടിട്ട് കുറച്ചുകൂടി മുകളിലേക്ക് വരുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് ജീപ്പുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും വണ്ടി എടുത്തിട്ട് ഈ ഓഫ് റോഡ് അടിക്കാൻ വരില്ലല്ലോ. അങ്ങനെ വണ്ടി എടുക്കാൻ മടിയുള്ളവർക്ക് വേണമെങ്കിൽ അവിടുന്ന് ജീപ്പ് സ്പെഷ്യൽ ജീപ്പാക്കിയിട്ട് ഇങ്ങോട്ട് കയറി വരാം. അല്ലെങ്കിൽ നിങ്ങൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജീപ്പിന് വരാം. വണ്ടിയുടെ എൻജിൻ ഇങ്ങനെ തിളക്കുക, എക്സോസ്റ്റ് ഫാൻ ഇങ്ങനെ കറങ്ങി കറങ്ങി അടിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഈ കട്ടറിൽ ചാടുന്ന സമയത്ത് എൻ്റെ വോയിസൊക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതല്ലേ. എന്താ ചെയ്യുക. ഇത്രയും നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ഈ പോകുന്ന വഴി കണ്ടില്ലേ നിങ്ങൾ. ഇതാണ് നമ്മുടെ വികസനം. ഇവിടുന്ന് എങ്ങോട്ടാ? മുകളിലേക്ക് തന്നെ. ഫ്രണ്ട്സ് വില്ല, മഞ്ഞപ്പുല്ല്. ഈ നമ്മളിപ്പോൾ പോകുന്ന പൈതൽ മലയുടെ ബാക്ക് സൈഡിലുള്ള ഒരു സ്ഥലമാണ് ഈ മഞ്ഞപ്പുല്ല് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാന്ന് തോന്നുന്നത്. അതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ റീല്. അടിപൊളി സ്ഥലമാണ് അത്. നമ്മളങ്ങനെ പൈതൽ മലയുടെ ആ ഒരു പാർക്കിംഗ് ഏരിയയിലെത്തി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കടയുണ്ട്. പഴയ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ആയിരുന്നേ, ഇതിപ്പോൾ തുറക്കാറില്ല. ഇപ്പം മുകളിൽ പുതിയൊരു ടിക്കറ്റ് കൗണ്ടർ ആക്കിയിട്ടുണ്ടെന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നമുക്കെന്തായാലും മുകളിലേക്ക് പോവാം. ഈ വഴിയാണ് ഇനി മുകളിലേക്ക് പോകണ്ടേ. ഏകദേശം 2 കിലോമീറ്റർ നമുക്ക് മുകളിലേക്ക് നടക്കാനുണ്ട്. അതും കാടിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് നടക്കേണ്ടത്. ഏതായാലും നമുക്ക് പോവാം. നല്ല വെയിലാണേ. സമയം ഇപ്പോൾ കറക്റ്റ് 1 മണിയായി. നട്ടുച്ചക്കായി ഒരു മല കയറാൻ പോകുന്നത്. വട്ടാണല്ലേ. എന്നെപ്പോലത്തെ വട്ടുകളുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പോകുന്ന വഴി കണ്ടോ നിങ്ങൾ? ഇതുപോലെയുള്ള വഴിയിലൂടെയാണ് പോകേണ്ടത്. നമ്മളതിന് ചാത്തമംഗലം പോയില്ലേ, ചാത്തമംഗലം ഒരു പകുതി വരെ ഇതുപോലെയുള്ള റോഡാണ്. അതുപോലെ മൊത്തം ഉരുളം കല്ലുകളും പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ള ഒരു റോഡാണ്. അടിപൊളി. കുറേ മുകളിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. അവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. അവിടെ ഒരു സാറ് ഇരിപ്പുണ്ടായിരുന്നു. ഒരാൾക്ക് 60 രൂപയാണ് ഇങ്ങോട്ടുള്ള എൻട്രി ഫീ വരുന്നത് കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് കയറുവാണ്. ചേട്ടൻ പറഞ്ഞു 4 മണിക്ക് മുന്നേ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങണമെന്ന്. അത് സെക്യൂരിറ്റി റീസൺസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. നമുക്കതിന് മുന്നേ തന്നെ ഇറങ്ങാം. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ മുകളിൽ എത്തിയിട്ട് പറയാം കേട്ടോ. എനിക്ക് കഥച്ചിട്ട് പറയാൻ പറ്റില്ല. ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് നടന്നേ പിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തുന്നത്. നടുവിലൂടെ ചെറിയൊരു റോഡും. നല്ല തണുപ്പാണ് ഇവിടെ. ഹൈവ പൊളിച്ച്. കുറേ മുകളിലേക്ക് എത്തി. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ നിങ്ങൾ? എൻ്റെ പൊന്നെ, എന്താല്ലേ പശ്ചിമഘട്ട മലനിരകളുടെ ബ്യൂട്ടി ഒന്നും പറയാനില്ല. അടിപൊളി. ഇത് തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് കീഴടക്കേണ്ട പൈതൽ മലയുടെ ആ ഒരു മല എന്ന് പറയുന്നത്. ആ ടോപ്പ് കണ്ടോ നിങ്ങൾ? അത്രയും മുകളിലേക്ക് എത്തണം ഇനി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 4500 അടി ഉയരത്തിലാണ് ഈ ഒരു പൈതൽ മല സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ടോപ്പിലേക്കാണ് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. നട്ടുച്ചയാണെങ്കിലും
ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വന്നേ പിന്നെ നല്ല തണുപ്പുണ്ട്. വഴികളൊന്നും ഇല്ലല്ലോ. മരമൊക്കെ പൊട്ടി വീണിട്ടുണ്ടോ? ഇത് എവിടുന്ന് പൊട്ടി വീണ് മരം തോന്നുന്നു. ഇത് എവിടെ കിടക്കണ ദൈവമേ. ഇത് ശരിക്കും റോഡാണ്. വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ചങ്ങ് പോയിട്ട് റോഡ് മൊത്തം കുളമായി. അതാണ് സത്യത്തിൽ ഇവിടെ കാണുന്നത്. നടന്ന് ക്ഷീണിച്ചിട്ട് നമ്മൾ ഇതുവരെ മുകളിലെത്തിയിട്ടില്ല കേട്ടോ. നമ്മളന്ന് ചാത്തമംഗലം ഹിൽസിലേക്ക് പോയില്ലേ, ആ ട്രെക്കിംഗ് ഒന്നുമല്ല കേട്ടോ. ഇതിൻ്റെ ലെവൽ എന്ന് വെച്ചാൽ നല്ല ഡിഫിക്കൽട്ട് തന്നെയാണ്. ഒരു ഡിഫിക്കൽട്ട് ലെവലിൽ വരുന്ന ട്രെക്കിംഗ് തന്നെയാണ് ഈ പൈതൽ മല. ഞാൻ നല്ല സ്പീഡിൽ നടന്നു, പെട്ടെന്ന് കയറിയിട്ട് പെട്ടെന്ന് പോകാൻ വിചാരിച്ചിട്ട്. പക്ഷെ എൻ്റെ അടപ്പ് തെറിച്ചു. പകുതിക്ക് വെച്ചിട്ട് എൻജിൻ പണി തന്നു. കിതച്ചിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് 10-20 മിനിറ്റ് ഇരുന്നു. നിങ്ങൾ വരുന്ന സമയത്ത് പതുക്കെ കയറണം കേട്ടോ. ഒരു 1.25 മണിക്കൂർ എടുത്തിട്ട് കയറിയാൽ മതി. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അടപ്പ് തെറിക്കും. നമ്മൾ ഏകദേശം മുകളിലെത്താനായി. ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റെപ്പുകളാണുള്ളത്. ചവിട്ടി കയറി മടുത്ത് ഗൈസ്. സോ ഫൈനലി നമ്മളങ്ങനെ പരമാവധി ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഹൈവ പൊളിച്ച്. നല്ല കാറ്റ്. ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, 2 ഭാഗത്തുണ്ട്. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ നോക്കിക്കേ. എന്ത് രസാ. ഹൈവ പൊളിച്ച്. നമ്മുടെ കർണാടകത്തിലുള്ള നേത്രാവതി പീക്കില്ലേ, ഏകദേശം ആ ഒരു സെയിം ആ ഒരു മലയണ പോലെ തന്നെ ഈ ഒരു പൈതൽ മലയും വരുന്നത് കണ്ടില്ലേ. 2 ഭാഗത്തും ഇങ്ങനെ താഴ്ചകൾ. ഇവിടെയൊക്കെ ഇങ്ങനെ മഞ്ഞുണ്ടെങ്കിൽ പൊളിക്കുമായിരുന്നു. കറക്റ്റ് ഒരു നേത്രാവതിയുടെ ആ ഒരു ലുക്ക് കിട്ടിയാണ് നമുക്ക്. പക്ഷെ ഇപ്പോൾ നട്ടുച്ചയായതുകൊണ്ട് കോടയും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് റൈറ്റിലുള്ള വഴിയിലേക്ക് മുകളിലേക്ക് പോയി നോക്കാം. എന്താണ് വ്യൂ ഉള്ളതെന്ന് അറിയണ്ടേ ഇവിടം വരെ വന്ന സ്ഥിതിക്ക്. ഞാൻ ഒരു കുടയെടുത്ത് വളർത്തി പിടിച്ചു, അല്ലെങ്കിൽ ചൂട് കൊണ്ടിട്ട് ഇങ്ങനെ കരിഞ്ഞു പോവും. ഞാൻ ഒരു വ്യൂ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോ. ഞാനൊന്നും പറയണില്ല. സമുദ്രനിരപ്പിൽ നിന്ന് 4500 അടി ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്താല്ലേ പൊളിച്ച്. ഹൈവ സ്വർഗമാണ്, സ്വർഗം. ഒന്നും പറയാനില്ല എനിക്ക്. വല്ലാത്തൊരു ഫീലിങ്. പറയാൻ വാക്കുകളില്ല എന്നൊക്കെ പറയാറില്ലേ, ആ സെയിം അവസ്ഥ. പൊളിച്ച്. വേറൊന്നും എനിക്ക് പറയാനില്ല. ഇവിടെ എവിടേക്ക് കയറി ചെന്നാലും വ്യൂ പോയിൻ്റ് ആണല്ലോ ദൈവമേ. നോക്ക്, ഇപ്പുറത്തെ സൈഡ് മല. നമ്മൾ നേരത്തെ കണ്ടത് അതെ ആ സൈഡാണ്. ഇത് നേരെ ഇപ്പുറത്തെ സൈഡിലെ മലയാണ്. എന്താ അല്ലേ. ഇതിനൊക്കെ ഞാൻ എന്താ പറയുക, എനിക്കൊന്നും പറയാനില്ല. നമ്മളിങ്ങനെ നടന്ന് ഈ ഒരു പൈതൽ മലയുടെ അറ്റത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇറക്കാണ്. ആ ഒരു കുന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയാണ്. അപ്പുറത്തെ ഭാഗത്തൊരു ഒബ്സർവേറ്ററി ഒക്കെ ഉണ്ട്. ഈ ഒരു ചെറിയ നിരീക്ഷണ കേന്ദ്രം പോലെ, ചെറിയൊരു കെട്ടിടം പോലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പുറത്തൂടെയുള്ള വഴിയാണ് വന്നത്. അപ്പുറം അതെ അവിടെയായിട്ട് വേലികളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് തോന്നുന്നു അറ്റം വരുന്നത്. ഏതായാലും പൊളിച്ചല്ലേ സ്ഥലം. വഴി മാറിപ്പോയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്, അതുകൊണ്ടാണ്. എന്തായാലും വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇവിടെ ഈ ഒരു പൈതൽ മലയിൽ വന്നിട്ട് പോയവരൊക്കെ നട്ടുച്ചയായാലും ഇവിടെ നല്ല തണുപ്പാണ് എന്ന് പറഞ്ഞു മുകളിൽ. പക്ഷെ അത് ഞാൻ വിശ്വസിച്ചില്ല. കാരണം നട്ടുച്ചക്ക് തണുപ്പുണ്ടാവുമോ എന്നുള്ള കാര്യം എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. മഞ്ഞുകാലമായാലും നട്ടുച്ചയൊക്കെ ആകുമ്പോൾ എന്തായാലും കുറച്ച് ചൂടുണ്ടാവില്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ അവർ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടാ. നട്ടുച്ചയായാലും ഇതിൻ്റെ മുകളിൽ നല്ല തണുപ്പാണ്. കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്, നല്ല തണുത്ത കാറ്റാണ്. ചൂട് എന്ന് പറയുന്നൊരു സംഗതി നമുക്ക് ഏൽക്കുന്നില്ല. പക്ഷെ ചൂടുണ്ടാവും. കുടയൊന്നും എടുക്കാതെ വന്നാൽ നല്ല സൺബേൺ അടിക്കും കേട്ടോ. ഈ തണുപ്പും ചൂടും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റൂല ആ ഒരു ചൂട് എന്ന് പറയുന്നത്. പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ് അത്. ഈ ഒരു പൈതൽ മലയിലേക്ക് വരാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത് മൺസൂണിനാണ്. ഞാനിപ്പോൾ വന്നത് ജനുവരിയിലാണ്. മൺസൂൺ ടൈം ഒരു
ജൂൺ ജൂലൈ ആഗസ്റ്റ് ആ ഒരു മാസത്ത് വരികയാണെങ്കിൽ ഈ പച്ചപ്പിൻ്റെ എക്സ്ട്രീം എന്നൊക്കെ പറയില്ലേ, ആ ഒരു എക്സ്ട്രീം പച്ചപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പൊളിയായിരിക്കും. കോടയൊക്കെ നിറഞ്ഞിട്ട് കറക്റ്റ് നേത്രാവതിയുടെ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഈ ഒരു പൈതൽ മല കാണാൻ വേണ്ടി പറ്റും. ഉറപ്പാണ്, അത് ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക്. നമ്മൾ നടന്നു വരുന്ന സൈഡിലൊക്കെ ഇങ്ങനെ താഴ്ചകളാണേ. ഈ ഫ്രണ്ട്സായിട്ട് വരുന്നവരൊക്കെ അവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അറ്റത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുക. അതുപോലത്തെ സർക്കസ് ഒന്നും കളിക്കാതിരിക്കുക കേട്ടോ. വീണ് കഴിഞ്ഞാണ്ടല്ലോ ഒന്നും കാണൂല. ഇത് താഴെ അങ്ങ് താഴെ എത്തും. അവിടെ എത്തുമ്പോഴേക്കും എല്ലാം തീരും. നമ്മൾ മുകളിലേക്ക് പോകും, ശരീരം മാത്രമേ താഴെ ഉണ്ടാവുള്ളൂ. അതുപോലത്തെ അവസ്ഥയാവും. ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് വരുന്നവരൊക്കെ സൂക്ഷിക്കുക. ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതിരിക്കുക. സാധാരണ വരുന്ന പോലെ വന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വീട്ടിൽ പോവാം. ആ ഒരു ഭാഗത്താണ് തോന്നുന്നു കേട്ടോ ഒബ്സർവേറ്ററിയൊക്കെ വരുന്നത്. ഞാനിവിടെ വന്നിട്ട് കണ്ടില്ല. ഇവിടെ ചോദിക്കാനും ആരുമില്ല. എനിക്കറിയാത്തതുകൊണ്ടാണേ, സോറി ഗൈസ്. എൻ്റെ പൊന്നെ ഒടുക്കത്തെ കാറ്റ്. ഈ കുടയത് ഇങ്ങനെ എങ്ങാനും പിടിച്ചാൽ മതി, പാറിപ്പോന്നു അമ്മേ. ഞാൻ ശരിക്കും ഇപ്പോൾ പാറിപ്പോയാൽ കേട്ടോ. അത്രയ്ക്കും കാറ്റാ. കാറ്റിൻ്റെ ശക്തി നമ്മൾ ഏറ്റവും മുകളിലല്ലേ ഉള്ളത് ഈ ഒരു മലയുടെ. അപ്പോൾ താഴ്വരയിൽ നിന്നും അപ്പുറത്തെ ഭാഗത്തു നിന്നൊക്കെ കാറ്റടിച്ചിട്ട് ഫുൾ പവറിലാണ് കാറ്റ് വീശുന്നത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് ഇങ്ങ് മുകളിലേക്ക് വരുന്നവരെ നല്ല കഷ്ടപ്പാടാണേ. അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രെക്കിംഗ് ആണ്. എന്നിട്ട് ഈ ഒരു മുകളിലെത്തി ഈ ഒരു ഭാഗത്തേക്ക് വന്നാണ്ടല്ലോ, നമ്മൾ ആ ട്രെക്ക് ചെയ്ത് വന്ന ക്ഷീണം മൊത്തത്തിൽ മറക്കും. അത് മൊത്തം മറന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഫുൾ എൻജോയ്മെൻറ്റ് മൂഡിലേക്ക് പോകും. ഞാൻ ട്രെക്ക് ചെയ്ത് വരുന്ന സമയത്ത് എൻ്റെ പുറകിലായിട്ട് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അവരെ കാണുന്നില്ല. അവരേത് ഭാഗത്തേക്കാണ് പോയെന്നറിയില്ല. അവർ ചിലപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരായിരിക്കും. നമ്മുടെ ഈ ഒരു പൈതൽ മലയിലെ ഭാഗത്തേക്ക് ബസ് റൂട്ടുകളൊക്കെ കുറവായതുകൊണ്ട് സ്വന്തം വണ്ടിയായിട്ട് വരുന്നത് തന്നെ ആയിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് സൗകര്യമല്ല, നമ്മുടെ സമയത്തിന് നമുക്ക് വന്നിട്ട് പോവാം. ബസ്സിനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചാടിക്കയറി വന്ന് പെട്ടെന്ന് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ടു പോകേണ്ടി വരും. അതുകൊണ്ട് സ്വന്തം വണ്ടിക്ക് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പൈതൽ മലയില്ലേ, ഇത് ശരിക്കും കേരള കർണാടക ബോർഡറിനടുത്ത് വരുന്നൊരു സ്ഥലമാണ്. ഇതിന് കുറച്ചപ്പുറത്തായിട്ട് ഈ ഒരു കേരള കർണാടക ബോർഡറായി. ഇതിലൂടെ വേണമെങ്കിൽ നടന്നിട്ട് നമുക്ക് കർണാടകയിൽ കയറാം. പക്ഷെ അങ്ങനെ കയറരുത് കേട്ടോ, അത് ഇല്ലീഗലാണ്. ആരെങ്കിലും പിടിച്ചാൽ നല്ല പണി കിട്ടും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ പിടിച്ചാൽ നല്ല പണി കിട്ടും. ഈ ഒരു മലനിരകളൊക്കെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളില്ലേ, വെസ്റ്റേൺ ഗാട്ട്സ്, അതിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഭയങ്കര സംഭവമാണല്ലേ ഈ ഒരു പശ്ചിമഘട്ടമൊക്കെ. എന്ത് ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഈ ഒരു പൈതൽ മല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേരിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ഒരു ഹിസ്റ്ററിയാണ്. നമ്മളന്ന് ഏഴിമല പോയിട്ടുണ്ടായിരുന്നില്ലേ, ഏഴിമല നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹനുമാൻ സ്വാമിയുടെ പ്രതിമ കാണാൻ. അപ്പോൾ ഞാൻ ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏഴിമല എന്ന് പറയുന്നത് മൂഷിക രാജവംശത്തിൻ്റെ ഒരു ക്യാപിറ്റലായിരുന്നു. അവർ ഭരിച്ചിരുന്ന സ്ഥലമായിരുന്നു. ഈ ഒരു മൂഷിക രാജവംശം ഭരിച്ചിരുന്ന സമയത്ത് കുറേ നാടുവാഴികളുണ്ടായിരുന്നു. ചെറിയ ചെറിയ നാടുവാഴികളുണ്ടാവില്ലേ, അവർ ഈ വൈതൽ കോന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ആ ഒരു നാടുവാഴികളുടെ ആസ്ഥാനമായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന വൈതൽ മല എന്നാണ് പറയുന്നത്. ഈ ഒരു പൈതൽ മലക്ക് വൈതൽ മല എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. 2 പേരാണ് ഈ ഒരു സ്ഥലത്തിനുള്ളത്. വൈതൽ മല എന്ന് പറഞ്ഞിട്ടുള്ള പേര് നമ്മുടെ ഈ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. വില്യം ലോഗൻ നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മുടെ മലബാർ കളക്ടറായിരുന്നു ഈ ഒരു വില്യം ലോഗൻ എന്ന് പറയുന്നത്. അവരുടെ മലബാർ മാനുവലിലും പിന്നെ ഈ ഒരു റവന്യൂ രേഖകളിലൊക്കെ വൈതൽമല എന്ന പേര് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ആ ഒരു ചരിത്രത്തിലൊക്കെ വൈതൽമല എന്നാണ് ഈ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരുണ്ടായിരുന്നത്. ആ ഒരു വൈതൽമല പിന്നീട് ഇങ്ങനെ പറഞ്ഞ് പൈതൽമലയായി മാറിയതായിരിക്കാം. അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് അത് പൈതൽമല ആയത് എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ആ ഒരു ദൂരേക്ക് കാണുന്ന ആ ഒരു മലനിരകളൊക്കെ ഇല്ലേ, അതൊക്കെ ചിലപ്പം കർണാടകയിൽ വരുന്നതായിരിക്കും കേട്ടോ. കറക്റ്റ് ബോർഡർ എവിടെയാണെന്ന് എനിക്കറിയില്ല. ആ ഒരു മലനിരകളൊക്കെ കൂർഗ് മലനിരകളൊക്കെ ആയിരിക്കും. അങ്ങ് ദൂരെയായിട്ടൊരു വീടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കണ്ടോ. കുറേ വീടുകളൊക്കെ ഉണ്ട് അങ്ങ് താഴ്വാരത്ത്. ശനിയും ഞായറൊക്കെ ഇവിടെ നല്ല ആൾക്കാർ വരുന്നുണ്ടാവും. ഞാനിപ്പോൾ വന്നത് ഇന്നെന്താ ആഴ്ച, ഞാൻ മറന്നുപോയല്ലോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് ജനുവരി 3-നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ കാണുന്ന സമയത്ത് ജനുവരി 7-8 ആവും കേട്ടോ. എഡിറ്റ് ചെയ്തിട്ടാവണ്ടേ. എൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഭയങ്കര ലാഗുള്ളതാണ്. അതുകൊണ്ട് എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്യാനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടും എഡിറ്റാക്കി അപ്ലോഡാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ജിയോക്ക് മാത്രമേ റേഞ്ച് ഉള്ളൂ. ഐഡിയക്ക് ഒരു കട്ട പോലും റേഞ്ച് കാണിക്കുന്നില്ല.
BSNL ഉണ്ടോയെന്ന് എനിക്കറിയില്ല. BSNL എയർടെലിനൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഇവിടെ എവിടെയും ദൂരമായിട്ടൊന്നും ടവറും കാര്യങ്ങളൊന്നും കാണാനില്ല. പക്ഷെ ജിയോക്ക് നല്ല റേഞ്ച് ഉണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഞാൻ ആ പാറയുടെ മുകളിൽ കയറി. അങ്ങ് അറ്റത്തോട്ടൊന്നും പോകണില്ല കേട്ടോ. ഞാനിങ്ങ് ദൂരെയാണ് നിൽക്കണേ. കാണുമ്പോൾ പേടിയായിരുന്നു. താഴ്ച ഉണ്ടോ? എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. രാവിലെ 3 ഇടിയപ്പം കഴിച്ചിട്ട് ഇറങ്ങി. ഇടിയപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ നൂലപ്പം എന്ന് പറയും. അത് കഴിച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ സമയം 3 മണിയായി. ഞാൻ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന വഴിയിലൂടെ തിരിച്ചു പോവുകയാണ്. വിശന്നിട്ട് വയറ്റിൽ നിന്ന് രാമായണം വായിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ആ ഒരു ട്രെക്കിങ്ങിന് താഴേന്ന് കയറി വന്ന് അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ മലയുടെ മുകളിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പുറത്തെ ഭാഗത്തും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ പൈതൽ മലയോട് ടാറ്റ ബൈബൈയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും കഴിക്കണം. ഈ ഒരു പൈതൽ മല എന്ന് പറഞ്ഞ സ്ഥലം കേരള ഗവൺമെൻറ്റിൻ്റെയും പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ കുറച്ച് വൃത്തിയുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളും ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ആരും വലിച്ചെറിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ആ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് ബാഗ് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാഗിൽ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വേണ്ടാത്ത പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇങ്ങോട്ട് അലൗഡ് ചെയ്യില്ല കേട്ടോ. ഈ ഒരു വൃത്തി ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചാത്തമംഗലം പോയില്ലേ, ചാത്തമംഗലം പോയപ്പോൾ ആ പോകുന്ന വഴിയിലും ഏറ്റവും ടോപ്പിലൊക്കെ ഫുള്ള് വേസ്റ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കുപ്പികൾ വലിച്ചെറിഞ്ഞതും ഫുഡിൻ്റെ വേസ്റ്റും അതും ഇതൊക്കെ, അതൊന്നും ഇവിടെ കാണാൻ വേണ്ടിയിട്ടില്ല. ശരിക്കും ഇങ്ങനെ വേസ്റ്റുകളൊന്നും ഇല്ലാതെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. മൊത്തം ക്ലീനായിട്ടുള്ള സ്ഥലം കാണുമ്പോൾ ഒരു രസമല്ലേ. അതുകൊണ്ട് ഇതുപോലെ നീറ്റായിട്ട് ഇനിയും ഇതൊക്കെ കൊണ്ട് നടക്കണം. അത് വരുന്നവരും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ അതികഠിനമായ ഇറക്കം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് മൊത്തം ഇറക്കമാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് കയറ്റവും. ഇറക്കം ഇറങ്ങുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ക്ഷീണം പിടിക്കില്ല. ഇറങ്ങുന്ന സമയത്ത് സൂക്ഷിക്കണം. സ്ലിപ്പായിട്ട് വീണ് കഴിഞ്ഞാൽ മുഖവും കുത്തിയായിരിക്കും വീഴുന്നത്. വീണ് കഴിഞ്ഞാൽ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ട് ഇനി പോകുന്നത് കുന്നത്തൂർ പാടിയിലേക്കാണ്. അത് വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരു 2-3 വീഡിയോ ആയിട്ടായിരിക്കും ഈ ഒരു യാത്രയുടെ വീഡിയോ വരുന്നത്. ഞാൻ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നില്ല. നേരെ താഴെ പോയിട്ട് അവിടെ നിന്ന് അവസാനിപ്പിക്കാം. മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് ഈ സ്റ്റെപ്പുകളൊക്കെ കയറി അവിടെ എത്തിയപ്പോൾ, ആ മരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ നിന്നുപോയി. 1.5 കിലോമീറ്റർ അടുപ്പിച്ച് നടന്നതാണേ. നല്ല സ്പീഡിൽ നടന്നു. അവിടെ എത്തിയപ്പോൾ ഭയങ്കര ക്ഷീണം, ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു. ആ ഒരു പാറയിൽ ഇരുന്ന് കുറേ വെള്ളമൊക്കെ കുടിച്ചു. ശ്വാസമൊക്കെ ഒന്ന് എടുത്ത് ലെവലായിട്ട് പിന്നെ നടക്കാൻ വേണ്ടി തുടങ്ങി. നിങ്ങൾ വരുന്ന സമയത്തും പതുക്കെ നടന്ന് പോവാം കേട്ടോ. ഇതിപ്പോൾ നേരെയുള്ള വഴിയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇതിപ്പോൾ കയറ്റമല്ലേ, കയറ്റാവുന്ന സമയത്ത് പതുക്കെ മാത്രമേ നടന്ന് പോകാൻ വേണ്ടി പാടുള്ളൂ. ഞാൻ പിന്നെ സമയം കുറവായതുകൊണ്ടാണ് വേഗം നടന്നങ്ങ് പോയത്. പക്ഷേ 8ൻ്റെ പണിയാണ് കിട്ടിയത്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ. നമ്മളങ്ങനെ ആ ദീർഘസമയ ട്രെക്കിങ്ങിന് ശേഷം വണ്ടി പാർക്ക് ചെയ്ത് അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ചിലവരൊക്കെ ഇങ്ങനെ ചോദിക്കുമല്ലേ, ഈ ആരോഗ്യം കളഞ്ഞ് ആ മല കയറിയിട്ട് എന്ത് കിട്ടാനാണെന്ന്. അങ്ങനെ ചോദിച്ചാൽ ഒന്നും കിട്ടാനൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ തന്നെയല്ലേ അല്ലേ. ഏത് മലയുടെ മേലെയായാലും ഏത് കുന്നിൻ്റെ മേലെയായാലും പോയി കണ്ട് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഇനി അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനമായിട്ടുള്ള കുന്നത്തൂർ പാടിയിൽ പോയിട്ട് അവിടുന്ന് വീഡിയോ എടുക്കാനാണ്. അത് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പൈതൽ മലയുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അത്രയും കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.